നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ നായകൾ വീട്ടിൽ കയറിയിട്ട് സിറ്റ് ഔട്ടിലൊക്കെ കയറി കിടക്കുക. അതേപോലെ ആളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ അവർ വീട്ടിൻ്റെ നമ്മൾ കണ്ണ് തെറ്റിയാൽ അവർ വീട്ടിൽ കയറി കിടക്കുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ നായകളുടെ ശല്യത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളിവിടെ കുറച്ച് ദിവസം വീട് അടച്ചിട്ടപ്പോൾ നായകൾ ഇതാ തിണ്ടിൻ്റെ മീതെ കയറി കിടക്കൽ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസമായി ഇതാണ്ടിലെ ഒരു സ്കൂട്ടി മൊത്തത്തിൽ നശിപ്പിച്ചു. വീട്ടിൽ ആളില്ലാത്തപ്പോൾ അവർക്ക് മീനിൻ്റെ വേസ്റ്റൊന്നും തിന്നാൻ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഈ സ്കൂട്ടിയൊക്കെ നശിപ്പിച്ചത്. പണ്ടൊക്കെ നമ്മൾ ഉജാല കുപ്പിയിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിരുന്നു. ഇപ്പോൾ ഉജാലൊക്കെ കണ്ട അവർ തട്ടിയിട്ട് അവിടെ കയറി കിടക്കും. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്നും ഇങ്ങനെ സിറ്റ് ഔട്ടിലൊന്നും കയറിയിരുന്നില്ല. ആളില്ലാത്തത് കൊണ്ട് ഇവിടെയൊക്കെ കയറൽ തുടങ്ങി. പിന്നെ ആൾ വന്നപ്പോഴും അത് അവസാനിപ്പിക്കുകയല്ല, എത്ര പ്രാവശ്യം കയറുന്ന ഒരു ദിവസം അങ്ങനെ ബുദ്ധിമുട്ടിക്കുക തന്നെയാണ്. 4-5 പ്രാവശ്യം നമ്മൾ കഴുകി മണ്ണൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് എത്തിയാൽ വീണ്ടും കയറിയിട്ടുണ്ടാവും. അങ്ങനെ 4-5 പ്രാവശ്യം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കൽ തന്നെയാണ് പണി. അപ്പം അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു എളുപ്പ വഴിയാണ് ഇതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ നായ ഈ ഭാഗത്തേക്കേ വരുന്നില്ല എന്ന് തന്നെ പറയാം. പണ്ടത്തെ പോലെ വൃത്തിയിൽ ജീവിക്കണമെങ്കിൽ ഗ്രില്ലിട്ട വീട് വേണ്ടി വരും. ഈ ഓപ്പൺ സിറ്റ് ഔട്ട് ആയിടത്താണ് ഇതേപോലെ നായകൾ കയറുന്നത്. നമ്മൾ നായകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓടി കയറില്ല, മുന്നേ അതുപോലെ ഓടി കയറിയിരുന്നു. ഇപ്പോൾ പിന്നെ അതിന് മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് ചാടിയിട്ട് തിണ്ടിൻ്റെ മീതെ കയറൽ തുടങ്ങി. എല്ലാവരും നായ കയറുന്നതിന് മുള്ളൊക്കെ കൊടുന്ന് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് വെക്കാൻ മുള്ളൊന്നും കിട്ടിയില്ല. അപ്പം ഇനി മുള്ളും വേണമെങ്കിൽ അവർ തട്ടി മാറ്റിയിട്ട് അവിടെ കയറും. അപ്പം അതുകൊണ്ട് ഞാൻ ശീമക്കൊന്നയുടെ ഒരു കമ്പ് വെട്ടിയിട്ട് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തതാണ്. തൽക്കാലം ഒരു ആശ്വാസത്തിന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ശീമക്കൊന്നയുടെ കൊമ്പ് ഇവിടെ വെച്ച് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ മണം നായക്ക് പറ്റുന്നില്ല തോന്നുന്നുണ്ട്. നായ ഇവിടെ ഒന്ന് വന്ന് നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടാണ്, പിന്നെ ഈ ഭാഗത്തേക്കേ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഉപകാരമുള്ളതാണ്. എല്ലാവരും പരാതി പറയുന്നതാണ് നായ കയറിയിട്ട് ഭയങ്കര ശല്യമാണെന്ന്. നായകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നായകൾ എവിടെയാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരം വന്നിട്ട് കയറുന്നത് നമുക്കറിയാലോ. അപ്പോൾ ആ ഭാഗത്ത് ശീമക്കൊന്നയുടെ ഇലയുള്ള കമ്പുകൾ ഒടിച്ചിട്ട് നമ്മൾ ഇതേപോലെ എവിടെയാണ് കയറുന്നത് വെച്ചെങ്കിൽ അവിടെ കൊടുന്നിടുക. അപ്പോൾ ഇതിൻ്റെ മണം നായകൾക്ക് പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ശീമക്കൊന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഈ ഇല ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മളൊരു കമ്പ് ഒടിച്ചു കൊടുന്ന 2-3 ദിവസമൊക്കെ എന്തായാലും ഇരിക്കും. ഇത് വാടിയുണ്ട് വെച്ചാൽ കൂടുതലും മണം വരും. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്കേ നായ വരുന്നില്ല. ഇപ്പം ഞാൻ വെച്ചിട്ട് 3-4 ദിവസമായി ഇവിടെ വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഓടുകയാണ് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാ സ്ഥലത്തും നായ്ക്കളുടെ ശല്യം തന്നെയാണ്. അപ്പോൾ ചെരുപ്പ് കൊണ്ടുപോവുക അതേപോലെ ചെയ്യുന്നേക്കാളൊക്കെ ഭയങ്കര കഷ്ടമാണ്. നമ്മൾ വീട്ടിൽ കയറിയിട്ട് നമുക്ക് മണ്ണിട്ട് കഴുകണം, എന്നിട്ട് പിന്നെ 7 പ്രാവശ്യമൊക്കെ കഴുകണം, അതേപോലെ സോപ്പിട്ട് കഴുകണം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. കുറേ പ്രാവശ്യമൊക്കെ കയറിയുണ്ട് വെച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരാശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാനിത് അറിഞ്ഞിട്ട് ചെയ്തതൊന്നുമല്ല, ഇത് വെറുതെ ഒന്ന് വെച്ചതാണ്. വെച്ചപ്പോൾ അതുകൊണ്ട് ഉപകാരം കിട്ടി. അപ്പോൾ ആ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിരുന്നു നായയുടെ ശല്യം കൊണ്ട്. ശീമക്കൊന്നയിലെ ജൈവവളമാണ്, ജൈവ കീടനാശിനിയാണെന്നൊക്കെ അറിയാം. നായനെ ഓടിക്കാനുള്ളൊരു സൂത്രം കൂടിയാണെന്ന് മനസ്സിലായി. അപ്പം നായശല്യമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.